നമസ്കാരം. ചീറിക്കിളിക്കുന്ന ചീര വെറും 25 ദിവസം കൊണ്ട് എങ്ങനെ തയ്യാറാക്കാം? എൻ്റെ ചീര നടീലിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വീഡിയോകൾ എൻ്റെ ഗ്രാമവാസികളുള്ള എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ 25 ദിവസം പ്രായമായി കഴിഞ്ഞു. ഇനിയും ഇത് മുറിച്ച് നൽകാൻ തുടങ്ങുകയാണ്. ആവശ്യക്കാർ നേരിട്ട് വന്ന് തോട്ടത്തിൽ നിന്നും പറിച്ചുകൊണ്ട് പോകാവുന്നതാണ്. എൻ്റെ നോട്ടത്തിൽ വലിയ ചിലവില്ലാതെയും അനായാസം പെട്ടെന്ന് കൃഷി ചെയ്ത് സ്വന്തം ഉപയോഗത്തിനും സാമ്പത്തികമായ പുരോഗമനത്തിനും ഈ ചീര കൃഷി സഹായിക്കുമെന്നാണ് തോന്നുന്നത്. ഇത് വെറും 25 ദിവസം കൊണ്ട് എങ്ങനെ തയ്യാറായി എന്നൊരു വിവരണം ഇതിലൂടെ നൽകാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കാണുന്ന ഭാഗത്ത് 2 പാക്കറ്റ് ചീരവിത്താണ് പാകിയിരുന്നത്. ഒരു അരി പോലും നഷ്ടമാകാതെ മൊത്തം ചീരയും കിളിച്ചു വന്നിരുന്നു. അതിൽ നിന്നെടുത്താണ് ഇവിടെ ഈ പാകിയിരുന്നത്. അതുകൂടാതെ ഈ പ്രദേശത്തുള്ള മിക്ക ആളുകൾക്കും ഇവിടെ നിന്ന് തന്നെ തൈ നൽകി. അതും കൂടാതെ ഇത് തന്നെ പറിച്ച് പലർക്കും ഇത് ഉപയോഗത്തിനായിട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഞാൻ ഈ ചീര പറിച്ച് കഴിയുമ്പോൾ ഇവിടെ പച്ച ചീരയുടെ വിത്ത് ഇവിടെ തന്നെ പാകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വീണ്ടും ഈ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ചീര അരിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ വിതറാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 5 ദിവസം പ്രായമായ അല്ലെങ്കിൽ 5 മുതൽ 7 ദിവസം വരെ പ്രായമായ ചീരത്തൈകൾ ഞാൻ 3 സെക്ഷനായിട്ടാണ് ഇവിടെ നട്ടത്. ആദ്യത്തെ ഒരു 3 വാരം ഈ 2 വരികൾ വീതം, അതിനുശേഷം ഒരു വാരം 3 വരികൾ വീതം, ലാസ്റ്റിൽ 4 വരികൾ വീതം എന്ന രീതിയിലാണ് നട്ടു നോക്കിയത്. ഇതിൻ്റെ വളർച്ചയിൽ ഈ അകലം എന്തുമാത്രം ഇതിനെ ബാധിക്കും എന്നും ഇതിനു വേണ്ടി ഈ ചുവടിളക്കുന്നതിനും ഇതിന് വളപ്രയോഗം നടത്തുന്നതിനും വെള്ളം നൽകുന്നതിനും ഏതാണ് അനായാസമായിട്ടുള്ളത് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ 2 ലൈൻ മാത്രമുള്ള ചെറിയ ചെറിയ വാരങ്ങളെടുത്തിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം, എളുപ്പം, എല്ലാം കൊണ്ടും ചീരകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യം തൊട്ട് പറയാൻ വന്നത്, ഇവിടെ നിന്ന് നട്ട 5 മുതൽ 7 ദിവസം വരെ പ്രായമായ ചീരത്തൈകളെ ഇവിടെ ഇങ്ങനെ ലൈനുകളായിട്ട് നട്ടു. ഒരു വളവും നട്ട സമയത്ത് കൊടുത്തിരുന്നില്ല. പുരയിടത്തിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ വളങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചീര നട്ട അന്ന് തന്നെ ചാണകത്തിൻ്റെ സ്ലറി അതോടൊപ്പം കടലപ്പിണ്ണാക്ക് ഏകദേശം ഇത്രയും ചീരയ്ക്ക് വേണ്ടി ഒരു അര കിലോ കടലപ്പിണ്ണാക്ക് ഇതിൽ പുളിപ്പിച്ച് വെച്ച ശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് ഈ ചീരയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂടുകളൊക്കെ ഇളക്കി വായു സഞ്ചാരവും ജലം എളുപ്പം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. അന്ന് തന്നെ അടുത്ത 5 ദിവസത്തിന് ശേഷം നൽകാനുള്ള ചാണകം ലായനി പിണ്ണാക്ക് കൂടെ ചേർത്ത് വെച്ചു. 5 ദിവസം പുളിപ്പിച്ച ശേഷം വീണ്ടും ഇതിൻ്റെ മൂടുകളിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 3 തവണയാണ് ഈ ചീരയ്ക്ക് ചാണകത്തിൻ്റെ സ്ലറി മാത്രം ഒഴിച്ചിട്ടുള്ള, വേറെ ഒരു വളമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ 25 ദിവസം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇത് വിളവെടുക്കാൻ പ്രായമായി. ഇനിയും ഇത് അധിക ദിവസം നിർത്തിയിരുന്നാൽ ഇത് പുഴുവിൻ്റെ ശല്യമുണ്ടാകാം, പിന്നെ ഇലകളിലൊക്കെ വെള്ളപ്പാണ്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഉടനെ തന്നെ ഇത് പറിച്ച് ഞാൻ ആളുകൾക്ക് ഉപയോഗത്തിനായിട്ട് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ
എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പവും വലിയ ചിലവില്ലാതെയും ചെയ്യാവുന്ന ഏറ്റവും നല്ല കൃഷിയാണ് ചീരകൃഷി. ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഗ്രാമത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയൊക്കെ മനസ്സിൽ കൃഷി എന്ന ഒരു സങ്കല്പം ഉണ്ടാകാൻ എൻ്റെ വീഡിയോകൾ പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.